എന്തൊരു സൈക്കോ ടീമാണ് എസ്ആർഎച്ച്. ഒരു റെക്കോർഡ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുക, അത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവർ തന്നെ അത് മറികടക്കുക. എസ്ആർഎച്ചിൻ്റെ ബാറ്റിംഗ് ഇന്നിങ്സിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ വെട്ടിക്കെട്ട് തുടക്കമായിരുന്നു. IPL ചരിത്രത്തിലെ മാത്രമല്ല, വേൾഡ് T20 റെക്കോർഡ്സാണ് അവർ ബ്രേക്ക് ചെയ്തത്. 6 ഓവറിൽ എസ്ആർഎച്ച് ബാറ്റേഴ്സ് അടിച്ചു കൂട്ടിയത് 125 റൺസ്. എസ്ആർഎച്ചിൻ്റെ ഓപ്പണേഴ്സായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും അടിച്ചു കൂട്ടിയ 125 റൺസ്. ട്രാവിസ് ഹെഡ് നേടിയത് 32 ബോളിൽ നിന്ന് 89 റൺസ്, അതിൽ 11 ഫോറും 6 സിക്സും. അഭിഷേക് ശർമ്മ നേടിയത് 12 ബോളിൽ നിന്ന് 46 റൺസ്, 2 ബൗണ്ടറിയും 6 സിക്സും ഉൾപ്പെടുന്ന ഇന്നിംഗ്സായിരുന്നു അഭിഷേക് ശർമ്മയുടേത്. പവർ പ്ലേ കഴിഞ്ഞ ഉടനെ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുത്ത് കുൽദീപ് യാദവ് ബ്രേക്ക് ത്രൂ നൽകി. അതേ ഓവറിൽ തന്നെ ഏഡൻ മാർക്രത്തരെയും കുൽദീപ് യാദവ് മടക്കി അയച്ചു. എസ്ആർഎച്ചിൻ്റെ സ്റ്റാർ ബാറ്ററായ എൻട്രിക് ക്ലാസിനെ അക്സർ പട്ടേൽ ക്ലീൻ ബോൾഡാക്കി. എന്നാൽ പിന്നീടെത്തിയ നിതീഷ് റെഡ്ഡി 27 ബോളിൽ നിന്ന് 37 റൺസ്, ഷബാസ് അഹമ്മദ് 29 ബോളിൽ നിന്ന് 59 റൺസ് സ്കോർ ചെയ്ത് കളി ഫിനിഷ് ചെയ്യുമ്പോൾ ടീം സ്കോർ 266-7. ഡൽഹിക്ക് വേണ്ടി കുൽദീപ് യാദവ് 4 വിക്കറ്റും മുകേഷ് കുമാർ, അക്ഷർ പട്ടേൽ ഓരോ വിക്കറ്റ് വീതം നേടി. ഡൽഹിയുടെ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഡേവിഡ് വാർണറിനെ ഭുവനേശ്വർ കുമാർ പുറത്താക്കി. ഡൽഹിക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ബാക്ക് നടത്തിയത് ജേക്ക് ഫ്രൈസൺ മാർഗർ മാത്രമാണ്. 18 ബോളിൽ നിന്ന് 65 റൺസ് നേടിയാണ് പുറത്തായത്. അഭിഷേക് പോറൽ 22 ബോളിൽ നിന്ന് 42 റൺസ് നേടി. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ടൈമിംഗ് കിട്ടാതെ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. പലപ്പോഴും പന്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 100-നും താഴെയായിരുന്നു. ഡൽഹിയുടെ ടീം സ്കോർ 199 ഒതുങ്ങി. എസ്ആർഎച്ചിന് 67 റൺസിൻ്റെ വിജയം. എസ്ആർഎച്ചിന് വേണ്ടി ടി നടരാജൻ 4 വിക്കറ്റ് നേടിയപ്പോൾ മയാങ്ക് മാർക്കണ്ഡെ, നിതീഷ് റെഡ്ഡി 2 വിക്കറ്റ് വീതം നേടി. വാഷിംഗ്ടൺ സുന്ദർ, ഭുവനേശ്വർ കുമാറും ഓരോ വിക്കറ്റ് വീതം നേടി.